നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പറക്കുന്ന ചിറകുള്ള വെളുത്ത കുതിര തുറന്നുവിട്ട വിവാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ പിടിച്ചുകുലുക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തെ തൊട്ടുമുൻപ് പെഗാസസ് ഫോൺ ചോർത്തൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് യാദർച്ഛികമല്ലെന്ന് പറഞ്ഞ് വിശദീകരിച്ച കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഫോണും ചോർന്നു എന്ന വിവരം പുറത്തുവന്നു. രാഹുൽ ഗാന്ധിയുടെയും 5 സുഹൃത്തുക്കളുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രശാന്ത് കിഷോറിന്റെയും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസയുടെയും മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയുടെയും ഒക്കെ ഫോൺ ചോർത്തിയെന്ന വിവരം വലിയ രാഷ്ട്രീയ വിവാദമാവുകയാണ്. ചോർത്തിയ ഫോണുകളിൽ ചില കേന്ദ്രമന്ത്രിമാരും പ്രവീൺ തൊഗാഡിയെ പോലെയുള്ളവരും ഉണ്ടെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതേസമയം സർക്കാരുകളുമായി മാത്രമാണ് ഇടപാടുകളെന്ന ഇസ്രായേൽ കമ്പനിയായ NSOയുടെ വിശദീകരണമാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ തൊട്ടു മുൻപുള്ള ദിവസം പുറത്തുവന്ന വാർത്തയിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും NSOയുമായി ഇടപാടുണ്ടോ എന്ന് വിശദീകരിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതേസമയം പാർലമെന്റിൽ മികച്ച ആയുധം തേടിയിരുന്ന പ്രതിപക്ഷം ഈ വിവാദം ഇന്ന് ആഘോഷമാക്കി. പ്രൈം ഡിബേറ്റ് ഈ വിഷയം അന്വേഷിക്കുകയാണ്. പെഗാസസ് ചോർത്തലിന് പിന്നിൽ എന്ത്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ KV തോമസ്, SK സജീഷ് CPM നേതാവ്, TP ജയചന്ദ്രൻ BJP നേതാവ്, ശ്രീ J ഗോപികൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ, ഒപ്പം വർഗീസ് ബാബു സൈബർ വിദഗ്ധൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ ഈ പ്രധാനപ്പെട്ട ഇന്ന് രാഷ്ട്രം ചർച്ച ചെയ്ത വിഷയം ഇതാണ്. വലിയൊരു ചോർത്തൽ സംഭവിച്ചിരിക്കുന്നു. അതിൽ പ്രധാന നേതാക്കൾ BJPയുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ ചോർത്തിയ ഒരു പശ്ചാത്തലം. സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ രാവിലെ ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നു. വാട്ടർഗേറ്റ് വിവാദം പോലെയുള്ള സമ്മേളനത്തെയും ഇത്തരത്തില് കൃത്രിമമായി കെട്ടിച്ചമച്ച വാർത്തകൾ ഉണ്ടാക്കുകയും അതിന്റെ പുറകിൽ പോവുകയും തടസ്സപ്പെടുത്തുകയും പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഭാരതത്തിന്റെ പാർലമെന്റ് ചരിത്രത്തിലെ സംഭവത്തിലേക്ക് അടക്കം നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഇതിനേക്കാൾ കടുത്ത ആശങ്ക ഉളവാക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടും ചെയ്തിരുന്നില്ല. ഇതിൽ പ്രതിപക്ഷത്തിന് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച മാതിരി മികച്ച ആയുധങ്ങൾ തേടുക. അതിന് വാസ്തവത്തിന്റെ പിൻബലം വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ഇതൊരു പുതിയ വാർത്തയൊന്നും അല്ലല്ലോ. നമുക്ക് തൊട്ടടുത്ത കഴിഞ്ഞ 9-ാം തീയതി മലയാളത്തിലെ വാർത്തകൾ മുഴുവൻ തമസ്കരിച്ച മറ്റൊരു വാർത്ത കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ചാനൽ ചൈനയിൽ നിന്നും പണം വെച്ച് ഇത്തരത്തിൽ കുറെ വാർത്തകൾ പുറത്തുവിട്ടതിന് അവർ തെളിവുകളോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയുടെ പുറകിലുള്ള ആളുകളെ കുറിച്ചും അതിന്റെ ബന്ധപ്പെട്ട അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്ത് തെളിവുകളുടെ ഡാറ്റകളുടെ പിൻബലത്തോടെയാണ് പ്രതിപക്ഷം ഈ ബഹളം ഉണ്ടാക്കുന്നത്? എന്താണ് ഇതുമായി കൂട്ടിയിണക്കാനുള്ള അവരുടെ കൈകളിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിനുള്ള വിശ്വസനീയമായ വസ്തുതകൾ? അതൊന്നുമില്ലാതെ ഈ ഗവൺമെന്റിനെ ഓരോ പാർലമെന്റ് സമ്മേളനം വരുമ്പോഴും നമുക്കറിയാം, പണ്ട് ഇങ്ങനെ ഓരോന്നിന്റെ ആയുസ് ഏതാനും ദിവസങ്ങൾ മാത്രമായി ചുരുങ്ങും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ കാലയവനികയ്ക്കുള്ളിൽ മറിയുകയും ജനങ്ങൾ അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുകയും ചെയ്യും. അല്ല, അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയാണോ ശ്രീ ജയചന്ദ്ര? കാരണം ഇത് സ്വകാര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. ഒരാളുടെ ഫോൺ ചോർത്തുക എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ചും പെഗാസസ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിന്റെ ഇസ്രായേൽ കമ്പനി തന്നെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഇടപാടുകളെല്ലാം സർക്കാരുകളുമായാണ്. അതേസമയം അവർ നമ്മുടെ സർക്കാരുമായി, ഇന്ത്യൻ സർക്കാരുമായി ഏത് തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം സർക്കാരും ഈ വിഷയത്തിൽ നിഷേധിക്കുമ്പോൾ തന്നെ ഈ കമ്പനിയുമായി ഇടപാടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സ്വാഭാവികമായും അതൊക്കെയാണ് ഈ സംശയത്തിൻ്റെ ആധാരമായതും പ്രതിപക്ഷത്തിന് ആ തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ പാത്രമാകുന്നത്. അല്ല രഞ്ജിത്ത്, ഇത് വളരെ കൃത്യമായി താങ്കൾ തുടങ്ങിയിടത്തു നിന്നും ഇന്ത്യയുടെ മുൻ IT മന്ത്രി, ഇപ്പോഴത്തെ IT മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് നേരെ കടന്നുകയറ്റത്തിന് ഇത്രമാത്രം ജാഗരൂകമായി നിയമം നിർമ്മിച്ച ഒരു സർക്കാർ ഫണ്ട് ഉണ്ടായിട്ടുണ്ടോ? 2019 പേഴ്സണൽ ഡാറ്റ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് എംപവർമെന്റ് ഓഫ് യൂസേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ, 2021 2019 പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല്, ഇതൊക്കെ മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ്. മാത്രവുമല്ല, കഴിഞ്ഞ കാലഘട്ടം മുതലൊക്കെ നമുക്കറിയാം ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴുണ്ടായിരുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന്. അതൊരു പക്ഷേ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഇടപാടുമായിട്ട് ഇത്തരം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും കേന്ദ്ര ഗവൺമെന്റ് നീങ്ങിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഡാറ്റകൾ പരിശോധിക്കണമെങ്കിൽ ഇന്ത്യയിൽ അത് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്, കോടതി പോലും ശരിവെച്ച്. ആ നിയമങ്ങളിലേക്ക് ഗവൺമെന്റ് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ പറയുന്നത് ഊഹാപോഹത്തിന്റെ മുകളിലാണ്. സത്യത്തില് ദ പയനിയർ, രണ്ട് ഫോർബിഡൻ സ്റ്റോറീസും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഇന്ത്യ വിരുദ്ധ
താല്പര്യങ്ങളെ കുറിച്ച് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. വയറിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. പിന്നെ നമ്മൾ ഈ പാക പിടിച്ചു കയറുന്നത് ഇവരുടെ ഒരു വാക്കിന്റെ മുകളിലാണ്. പെഗാസസിന്റെ എന്താണ് അവർ കൃത്യമായി പറഞ്ഞു. അമേരിക്കയിൽ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. ഇന്ത്യ, സൗദി അറേബ്യ, UAE തുടങ്ങിയ 10ഓളം രാജ്യങ്ങളുടെ ലിസ്റ്റിൽ, ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ പലതും വ്യാജമാണ്. അത് വസ്തുതകളുമായി നിരക്കുന്നതല്ല. ഏതൊക്കെ രാജ്യമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇതിൽ പറഞ്ഞത് മുഴുവൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്നു. അല്ല, 2 ആഴ്ച മുൻപാണ് പെഗാസസ് ഇവരുടെ സുതാര്യത റിപ്പോർട്ട് ഈ NSO പ്രസിദ്ധീകരിച്ചത്. അതിലവർ കൃത്യമായി പറയുന്നുണ്ട്, ഈ പെഗാസസ് അടക്കമുള്ള ചാര സോഫ്റ്റ്വെയറുകൾ പ്രശ്നക്കാർ തന്നെയാണ്. ഇവരുടെ ഗവൺമെന്റ് ഓൺലി ബിസിനസ് രീതിയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും സർക്കാരുകളുമായി മാത്രം കരാറുകൾ ഉണ്ടാക്കുന്ന, അതും $70 മില്യൺ കരാറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഈ ഇന്ത്യ ഗവൺമെന്റുമായുള്ള കരാറിന്റെ കാര്യത്തിൽ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും പശ്ചാത്തലവും ഉണ്ട് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് അവരുടെ റിപ്പോർട്ടിൽ. അവരുടെ ഇപ്പോൾ $70 ലക്ഷം അമേരിക്കൻ ഡോളർ വരെ വിലയുള്ള ആ തരത്തിൽ വിൽപ്പന ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വകാര്യതയാണ്. ഏതൊക്കെ രാഷ്ട്രങ്ങളെന്ന് ഞങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. അമേരിക്കയിൽ പോലും ഇന്ത്യയുണ്ട് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ലിസ്റ്റിൽ പറഞ്ഞ 10 രാജ്യങ്ങളിൽ പലതും അവാസ്തവമാണ് എന്നവർ വ്യക്തമാക്കി. അവരും അതിനെക്കുറിച്ച് ആധികാരികത പറയുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നിഷേധിച്ചിരിക്കുന്നു. അതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അത്തരത്തിലുള്ള യാതൊരു ഇടപാടുകൾ ഗവൺമെന്റ് പറഞ്ഞില്ലെന്നും പറയുന്നു. അതുപോലും കേൾക്കാൻ ഇടം കൊടുക്കാതെ പാർലമെന്റ് ആരംഭിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ താല്പര്യം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമോ രാജ്യ താല്പര്യമോ അല്ല, മറിച്ച് അന്ധമായ BJP വിരുദ്ധവും മറ്റൊരു വഴിയും ഈ ഗവൺമെന്റിനെതിരെ കിട്ടുന്നില്ല. രഞ്ജിത്തെ, ഈ TP ജയചന്ദ്രൻ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഗതി ഇതിലുണ്ടോ? BJPയുടെ ഔദ്യോഗിക വിശദീകരണം ഈ വിഷയത്തിൽ ആ തരത്തിലായിരുന്നു. കാരണം ഒരു പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നു. ആ തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, സുബ്രഹ്മണ്യം സ്വാമിയെ പോലെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ വിഷയത്തിൽ അമിത്ഷാ ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്ന് വിശദീകരിക്കണം എന്ന പ്രധാനപ്പെട്ട പ്രസ്താവനയൊക്കെ നടത്തുകയും നിതീഷ് കുമാർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പറയുകയും താൻ സർക്കാരിനൊപ്പമല്ല, ഈ വിഷയത്തിൽ സർക്കാരിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്ന കൃത്യമായ സൂചനയും നൽകിയ പശ്ചാത്തലം കൂടി നമ്മൾ കാണേണ്ടതില്ലേ? അതെ, ശ്രീ KV തോമസ്. ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടിയാണ് നാം കാണേണ്ടത്. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ വലിയ ഡിഫൻസ് ഡീലാണ് നാം ഇസ്രയേലുമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രയേലിൻ്റെ ചാരസംഘടനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പെഗാസസ് എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളുടെയും നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പത്രപ്രവർത്തകരുടെയും സംഭാഷണങ്ങൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോർത്തിയെടുത്തു എന്ന പരാതി ഉണ്ടായിരിക്കുന്നത്. പരാതി വന്നിരിക്കുന്ന ചെറിയ മേഖലകളിൽ നിന്നല്ല, വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 17 മാധ്യമങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ സത്യസന്ധത യെക്കുറിച്ച് ചോദിച്ചാൽ ആളുകൾക്ക് സംശയമുണ്ടാകുന്നു. അതൊരു വലിയ സംശയം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്കറിയാം, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിൽ ആരും തെറ്റു പറയാറില്ല. പക്ഷെ അതിന് ചില പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്. ഇതിനപ്പുറം രാഷ്ട്രീയമായി നമ്മുടെ ജഡ്ജിമാരെ പോലും, നമ്മുടെ പത്രപ്രവർത്തകരെ പോലും രഹസ്യമായി വീക്ഷിക്കുകയും അവരുടെ സംഭാഷണങ്ങൾ ചോർത്തിയെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യുന്നതിന് ഇസ്രയേലിൻ്റെ ചാരസംഘടനയുടെ സഹായത്തോടെ, പെഗാസസിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തനം നടന്നു എന്ന് പറയുന്ന അലിഗേഷൻ ചെറിയ അലിഗേഷനല്ല, വലിയ അലിഗേഷൻ തന്നെയാണ്. അത് ഏത് തരത്തിൽ അതിനെ കാണണം? കാരണം ഇത് സർക്കാർ നിഷേധിക്കുകയാണ്, തങ്ങൾക്കിതിൽ പങ്കില്ല, ഇത് മറ്റേത് തരത്തിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയെ പോലെ ഇത്തരം നേരത്തെ ജയചന്ദ്രനൊക്കെ പറഞ്ഞ സൈബർ നിയമങ്ങളടക്കം വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ നിയമങ്ങളൊക്കെ പാസ്സാക്കുകയും കൂടുതൽ സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് ആവർത്തിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നതിൽ അന്വേഷണം ആവശ്യമാണ്. ആ തരത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ അത് ഈ ഘട്ടം വരെയും ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇസ്രായേലിലെ ഈ പ്രധാനപ്പെട്ട ചാര സംഘടന ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അവർ കടന്നുകയറി
രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി എന്ന് പറയുമ്പോൾ ആ ഗൗരവം സർക്കാർ ഈ വിഷയത്തിന് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നും പ്രസക്തമായ കാര്യമല്ലേ? 2018-19 തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് പെഗാസസിനെ ഉപയോഗിച്ചത് എന്നാണ് പരാതി. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ ശേഖരിക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയാണോ ഗവൺമെൻറ് പെഗാസസിനെ ഉപയോഗിച്ച് ഈ 18-19 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നടപടി രഹസ്യമായി ചോർത്തിയെടുത്തത് എന്ന വലിയ സംശയം. അതുകൊണ്ടാണ് ഇതിന് ജുഡീഷ്യൽ അന്വേഷണം വേണം, ഇത് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം, സത്യം പുറത്തു വരട്ടെ. ഇപ്പോൾ ഗവൺമെൻറ്റിന് വേറെ ഒന്നും ഭയപ്പാടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു സത്യസന്ധമായ അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടൊരു അന്വേഷണം നടത്തിക്കൂടാ? ശ്രീ എസ് കെ സജീഷ്, ഇവിടെ 2009 മുതൽ നേരത്തെ മാധ്യമപ്രവർത്തകൻ മലയാളിയായ ശ്രീ ഗോപികൃഷ്ണന്റെ പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞു 2009 മുതൽ എൻ്റെ ഫോൺ ചോർത്തുന്നുണ്ട്, എൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഈ തരത്തിൽ, അതുകൊണ്ട് എനിക്കിതൊരു പുതുമയുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോഴും അതൊരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും എനിക്ക് പുതുമയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചാരസംഘടനകളെ ഉപയോഗിച്ച്, ഇത്തരം ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കാലാകാലങ്ങളായി സർക്കാരുകൾ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച്, തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം ചോർത്തലുകൾ നടത്തുന്നുണ്ട്. അത് പുതുതായി ഒരു പുതിയ സംഭവമായി കാണേണ്ടതില്ല എന്നാണ്. അല്ല, നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ ഈ വിഷയത്തെ അങ്ങേയറ്റം ലാഘവത്തോടുകൂടി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു വിഷയമേ അല്ല, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയവുമല്ല. വേണമെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയം ഉന്നയിക്കുന്നത് ആദ്യമായി BJPയുടെ രാജ്യസഭാ അംഗം കൂടിയായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അദ്ദേഹമാണ് ട്വീറ്റിലൂടെ ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നതും ഇന്ന് ഏറ്റവും ഒടുവിൽ അമിത്ഷായ്ക്കുൾപ്പെടെ ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. ഇതിലുള്ള വിഷയം എന്താണ്? ഇത് അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമാണ്. ഇവിടെ ലോകമാധ്യമങ്ങൾ തന്നെ ഈ വിഷയത്തെ വിശേഷിപ്പിച്ചത് വേൾഡ് വൈഡ് ക്രൈം എഗെയിൻസ്റ്റ് ഡെമോക്രസി എന്നാണ്. ലോകത്താകെയുള്ള ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഡെമോക്രസി അണ്ടർ സൈബർ അറ്റാക്ക്, ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. അതിൽ ഇന്ത്യ ഗവൺമെന്റ് കൂടി പങ്കാളിയാവുന്നു എന്നത് ഗൗരവത്തോടു കൂടി കാണണം. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കൂടിയായ ശ്രീ KV തോമസ് മാസ്റ്റർ ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാനും ചില മാധ്യമങ്ങളൊന്നുമല്ല, ലോകത്തിലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റും ഗാർഡിയനും വയറും എല്ലാം ഉൾപ്പെടെയുള്ള 17ഓളം മാധ്യമങ്ങൾ, ലോകത്ത് വിവിധ രാജ്യങ്ങളായി നിലനിൽക്കുന്ന 10ലധികം രാജ്യങ്ങൾ വരുന്ന 17ഓളം മാധ്യമങ്ങൾ ചേർന്നാണ് പെഗാസസ് പ്രോജക്റ്റ് എന്ന പേരിൽ ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരികയും പഠിക്കുകയും അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വിഷയം, ഇത്തരത്തിലൊരു വിഷയം ഇപ്പോൾ ഉയർന്നു വരുന്നതല്ല. 2019 ഇടതുപക്ഷം നേരത്തെ ഈ വിഷയം ഉന്നയിച്ചു. CPIMന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ KK രാഗേഷ് 2019 നവംബർ 28 ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ചു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇന്ന് കൂടുതൽ ഗൗരവത്തോടു കൂടി പുറത്തേക്ക് വന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. 2017 തന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച്, രാജ്യത്തെ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ സുരക്ഷാ നിയമം ഈ രാജ്യത്ത് ഉറപ്പുവരുത്തണമെന്ന് അന്ന് പാർലമെന്റിൽ KK രാഗേഷ് പറയുകയുണ്ടായി. വിവരങ്ങൾ ചോർത്തപ്പെടുന്നു എന്ന് മാത്രമല്ല, വാട്സപ്പ് വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്ന് സെപ്റ്റംബർ മാസങ്ങളിൽ, ആ കാലഘട്ടത്തിൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഫേസ്ബുക്ക് കമ്പനി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് ആ വിവരം ഇന്ന് വരെ കേന്ദ്ര സർക്കാർ മറച്ചുവെച്ചു? വർഷങ്ങൾ മുമ്പ് തന്നെ ഈ കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു, രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. പെഗാസസ് സോഫ്റ്റ്വെയർ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്കോ കൊടുക്കുകയുള്ളൂ എന്ന് NSO എന്ന് പറയുന്ന ഇസ്രായേലി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വാങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരാണ്. ഈ ഇന്ത്യൻ സർക്കാർ ഇസ്രായേലി കമ്പനിയുമായി ചേർന്ന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുന്നു.
ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടത് ആരുടെയെല്ലാം വിവരങ്ങളാണ് ചോർത്തുന്നത്. ഒരു ഫോണിനകത്തേക്ക് കടന്നു കയറി നിശബ്ദമായി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അവരുടെ വീഡിയോ കോളും ഓഡിയോ കോളും അതിലുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്നു. ആരുടേതെല്ലാമാണ്? മോദി വിരുദ്ധരുടേത് എന്ന് തന്നെ കാണണം. ഈ ഗവൺമെന്റിനെതിരായി, അമിത്ഷയ്ക്കും മോദിക്കും എതിരായി വരുന്ന എല്ലാ ശബ്ദങ്ങളുമാണ് ഒപ്പിയെടുത്തത്. അതിൽ കേന്ദ്രമന്ത്രിമാർ പെടുന്നു. എങ്ങനെയാണ് കേന്ദ്രമന്ത്രിമാർ? എല്ലാ കേന്ദ്രമന്ത്രിമാരും ഉണ്ടോ? നിതിൻ ഗഡ്കരിയും സ്മൃതി ഇറാനിയുമാണ് എന്നാണ് പറയുന്നത്. മോദിക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ, അവരുടെ വിവരങ്ങൾ, നീക്കങ്ങൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി, ഇപ്പോൾ നമ്മുടെ മുൻ ജഡ്ജിയായിട്ടുള്ള രഞ്ജൻ ഗൊഗോയുടെ കാര്യം പറയുന്നു. അദ്ദേഹത്തിന് നേരത്തെ വന്ന ആരോപണം നമുക്കറിയാം. ആ ഇരകളുടെയും അദ്ദേഹത്തിന്റെയും ഫോൺ ചോർത്തുന്നു. പിന്നീട് അദ്ദേഹം BJP പക്ഷപാതിയായി എന്നതുകൂടി നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഇങ്ങനെ നിരവധി പേർ. മാധ്യമങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലോ? ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട്. അതിൽ രോഹിണി സിംഗ് അമിത്ഷായുടെ മകൻ ജയ്ഷയുടെ സ്വത്ത് വിവരം 10 മടങ്ങ് കോടിയായി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് ലോകത്തെ അറിയിച്ച മാധ്യമ പ്രവർത്തക. അതുപോലെ തന്നെ BJP ഏറ്റവും പ്രതിരോധത്തിലായ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാധ്യമപ്രവർത്തകനായ സുശാന്ത് സിംഗ്, ഇത്തരം ആളുകൾ, ഇത്തരം നിരവധിയായ ആളുകൾ ഈ മോദി ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നുകാട്ടിയ നിരവധിയായ ആളുകൾ, അതിനകത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി വരുന്നു എന്നത് ഗൗരവമല്ലേ? അപ്പോൾ ജനാധിപത്യത്തിലെ എല്ലാ സംവിധാനങ്ങളെയും അമിത്ഷയും മോഡിയും ചേർന്ന് ഈ സോഫ്റ്റ്വെയർ, വ്യാജ സോഫ്റ്റ്വെയർ, ഈ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അട്ടിമറിക്കുകയാണ്. ജനാധിപത്യത്തിലെ ലെജിസ്ലേച്ചറിലെ പ്രതിപക്ഷ അംഗങ്ങൾ, ഭരണപക്ഷത്ത് എതിർക്കുന്ന അംഗങ്ങൾ, അതോടൊപ്പം ജുഡീഷ്യറിയിൽ സുപ്രീം കോടതി ജഡ്ജിമാർ, അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഉദ്യോഗവൃന്ദം, എക്സിക്യൂട്ടീവിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറ്റ് സൈനിക വിഭാഗങ്ങൾ, ഇതിലെല്ലാം പെട്ട ആളുകൾ, ഏറ്റവും ഒടുവിൽ 4ാം തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളും. ഈ രാജ്യം എങ്ങോട്ട് പോവുകയാണ്? നാം എല്ലാം സുരക്ഷിതരാണോ? അപകടകരമായ ഒരു സന്ധിയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. ഇതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി കഴിയില്ല. നിസാരവൽക്കരിക്കാൻ BJP ശ്രമിച്ചാലും BJPയുടെ കൂടെ നിൽക്കുന്നവർ പോലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ കാര്യത്തിൽ എതിർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, തിരിച്ചു വരാം SK സജീഷ്. ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ താങ്കളുടെ പേര്, ഇന്നിപ്പോൾ ഒരുപാട് പുതിയ ആളുകളുടെ പേരുകൾ വന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അടക്കമുള്ള പേരുകൾ ഇന്ന് പുറത്തു വന്നു. പക്ഷേ ഇന്നലെ പുറത്തു വന്ന പേരുകൾ, പ്രധാനപ്പെട്ട ഒരാൾ മാധ്യമപ്രവർത്തകനായ താങ്കളാണ്. താങ്കളടക്കം 40ഓളം പേരുടെ പേര് വിവരങ്ങൾ, അതും വിവിധ വർഷങ്ങളിലായി, വിവിധ സമയങ്ങളിലായി നിരവധിയായ വിവാദങ്ങൾ, നിരവധിയായ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളുടെ പേര് പുറത്തു വരികയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിവാദങ്ങൾ, ഈ ഒരു വിഷയത്തെ കാണുന്നത്? അത്തരത്തിലുള്ള ഗൗരവം താങ്കൾ കൊടുക്കുന്നുണ്ടോ ഈ വിഷയത്തിന്? ഈ ഫോൺ ഇപ്പം ചോർത്തുന്ന ഒരു 2009 ഡൽഹി വന്ന കാലം തൊട്ട് എന്റെ ഫോണും ഇമെയിലും ഒക്കെ ടാപ്പ് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്. ചില സമയത്ത് ടാപ്പ് ചെയ്ത ആളുകളോട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമൊന്നുമല്ല. കാര്യം ഇത് നമ്മളെ ജേർണലിസ്റ്റിലെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. പിന്നെ ഇത് ആരാണ് ചെയ്തത് എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതോ അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്നതോ ആയ ഒരു കാര്യം, ഈ പെഗാസസ് 2017 ടാപ്പിംഗ് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നു. അവിടെ ഈ പെഗാസസ് സോഫ്റ്റ്വെയറിന്റെ നിർമ്മാതാക്കളായ NSG ടെക്നോളജീസ്, ഇസ്രായേൽ കമ്പനി, അവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അനുസരിച്ച് അവർ പറയുന്നത് ഞങ്ങൾ സർക്കാരുകളുമായിട്ട് മാത്രമേ ഞങ്ങൾ ഡീൽ ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ ക്ലയന്റ് എന്ന് പറയുന്ന സർക്കാരുകളാണ്. സർക്കാരുകൾക്ക് ആവശ്യമായ ദേശസുരക്ഷ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ടെററിസ്റ്റ് മോണിറ്ററിംഗ്, നാർക്കോട്ടിക്സ് ട്രാഫിക് മോണിറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ. അപ്പൊ ഇതിനകത്ത് സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിക്കൂട്ടില, പ്രത്യേകിച്ച് പാർലമെന്റും ഒക്കെ നടക്കുന്ന സമയത്ത് 2 കാര്യങ്ങളിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ കമ്പനി തന്നെ അമേരിക്കൻ കോടതികളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സർക്കാരുകളുമായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാനും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാനാണ്, സർക്കാരുകളുമായിട്ട് മാത്രമേ ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഞങ്ങൾ പുറത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനികൾക്കോ ആർക്കും കൊടുക്കാറില്ല. പണ്ടൊക്കെ പഴയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇന്ത്യയിലൊക്കെ 2011 വരെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്നത്. അത് വെച്ചിട്ടൊക്കെ വളരെ ആർക്കും എവിടെയും വെച്ച് ടാപ്പ് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സോഫ്റ്റ്വെയർ ഒക്കെ നിരോധിച്ചു. പിന്നീട് ഇതിനകത്ത് ഈ ജേർണലിസ്റ്റുകളുടെ ഞങ്ങളുടെ ഒന്നും പേര് വന്നതൊന്നും അല്ല വലിയ കാര്യം. ഈ ആദ്യത്തെ സീരീസ് വന്നപ്പോ ഇനിയൊരു 4 സീരീസ് കൂടെ വരാനുണ്ട്.
ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കാര്യം ഒരു 4-5 കേന്ദ്രമന്ത്രിമാരുടെ ഫോൺ വരെ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പേര് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈയിടെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ ഫോണും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഫോണും ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം ഈ പേരുകൾ വരുന്നതോടെയാണ് പ്രശ്നം വരുന്നത്. ശരി, തിരിച്ചു വരാം ശ്രീ ഗോപികൃഷ്ണൻ. ഇവിടെ ശ്രീ വർഗീസ് ബാബു, ഈ നേരത്തെ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംശയങ്ങൾ ഇതിപ്പോൾ വലിയൊരു വാർത്തയായിരിക്കുകയാണല്ലോ. കാരണം എന്താണ് ഈ ടെക്നോളജി എന്നുള്ളതാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ആ NSO എന്ന് പറയുന്ന കമ്പനി തന്നെ പറയുന്നു ഞങ്ങൾ സർക്കാരുകളുമായാണ് ഇടപാട്. പക്ഷേ അപ്പോഴും അവരുടെ ആ ഒരു വിശദീകരണം വിശ്വാസയോഗ്യമാണോ? ഇവിടെ ഈ തീവ്രവാദ നീക്കങ്ങൾ കണ്ടെത്താൻ, ഒപ്പം മയക്കുമരുന്ന് കടത്തടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാരുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഏത് ആൾക്കും ഈ പണം മുടക്കി ഈ സോഫ്റ്റ്വെയർ വാങ്ങിയാൽ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, തങ്ങൾക്ക് ഏതെങ്കിലും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറായി ഇത് മാറുകയാണോ? അതോ ഇതിനെന്തെങ്കിലും സർക്കാരുകളുമായി മാത്രമേ ഉണ്ടാകാവൂ, അങ്ങനെ എന്തെങ്കിലും വിശ്വാസ്യതയുള്ള ഒരു സംഗതിയാണോ ഇത്? ഇവിടെ പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് ആക്ച്വലി ഒരു മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ കമ്പനി പോലത്തെ ലോകരാഷ്ട്രങ്ങളിൽ കോർപ്പറേറ്റ് കമ്പനികളെ, അതായത് പല കമ്പനികളെയും ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാൻ ചിന്തിക്കുന്ന 2-3 രീതിയുണ്ട്. ഒന്ന്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ, ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു വിവരം പോലും പുറത്തു വിട്ടിട്ടില്ല. 2009 തൊട്ട് ഇത് നമ്മളെ എല്ലാ കോൾസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും ഇത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇത് ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ജയചന്ദ്രൻ സാറായാലും മറ്റുള്ള ആൾക്കാരായാലും ഇതിനെക്കുറിച്ച് ടെക്നിക്കലി നോളജബിൾ ആണെങ്കിൽ യു വിൽ ഡിസ്കസ് ദെയർ. നിങ്ങൾ സംസാരിക്കണം. ഒരു പാർട്ടി പരമായിട്ടോ, ഒരു BJPയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടിയോ വ്യക്തി വിവരങ്ങളുടെ ഡേറ്റ ചോർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ ചാരസംഘടന നടത്തിയ ഈ സോഫ്റ്റ്വെയറാണ്. ഇത് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം ജനങ്ങളുടെ സുരക്ഷയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ സമീപകാലങ്ങളിൽ നമ്മുടെ കുട്ടികളും, അതായത് യങ്സ്റ്റേഴ്സ് ആയ ആൾക്കാരായാലും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാം ഓൺലൈൻ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻ കേസ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ ജനങ്ങളുടെ ഡേറ്റ തെഫ്റ്റ് നടക്കുന്നുണ്ട്. ഇത് ആരാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ബാക്കിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഗവൺമെന്റ് ആണോ? ഒരിക്കലും, തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു ഇസ്രായേൽ പോലത്തെ ചാരസംഘടന ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരിക്കലും വാങ്ങിക്കില്ല. പലരും പറയുന്നുണ്ട് ഇതിങ്ങനെ സോഫ്റ്റ്വെയർ, അതായത് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു മാൽവെയർ നമ്മുടെ മൊബൈലിൽ ബേസിക്കലി ഒരു കോൾ ആവാം, ഒരു മെസ്സേജ് ആവാം, ഒരു ലിങ്ക് ആവാം, അല്ലെങ്കിൽ URL ആവാം നമുക്ക് അയച്ചു തരുന്നത്. ഈ URL ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ വർക്ക് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതിനോടൊപ്പം തന്നെ ക്യാമറയിലെ മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ഫുൾ ആക്സസ് കൺട്രോൾ അവിടെ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടിട്ട് പോലെ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ATM റോബറി നടന്നായിരുന്നു, കേരള പോലീസിനെ സമീപിച്ചിട്ടുള്ള. ആ ATM റോബറി വരെ കേരള പോലീസിന് വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പോയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, NSO പോലത്തെ ഈ രാജ്യസുരക്ഷയില്ലാത്ത സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന്, അതായത് ആപ്പിൾ പോലത്തെ പല കോർപ്പറേറ്റ് കമ്പനീനെ വിലയ്ക്ക് വാങ്ങിക്കാനും അവരുടെ ഡാറ്റ തെഫ്റ്റ് നടത്താനാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് സുതാര്യത എത്രത്തോളം എന്നുള്ള ജയചന്ദ്ര സാറ് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കതറിയില്ല, സാറ് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം പാർട്ടിയുടെ ഡാറ്റ തെഫ്റ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് മനസ്സിലാവുന്നില്ല? ഗവൺമെന്റിന് ഒരു ഏജൻസി ഇല്ലേ? ഗവൺമെന്റ് ഇന്റലിജൻസ് വിഭാഗമില്ലേ? ഗവൺമെന്റ് എത്രത്തോളം പവർഫുള്ളാണ്? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ എവിടേക്ക് കിടക്കുന്നു, ഏത് രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, ഒന്നും മനസ്സിലാക്കുന്നില്ല. അതായത് ആർക്കും ഇത്തരം സംരംഭങ്ങളിൽ കടന്നു കയറാം. ഇതൊരു ഉദാഹരണം മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ. ഇനിയും ഇതുപോലെ ഒരുപാട് സംഗതികൾ, മാൽവെയറുകൾ ഉണ്ടാവാം. അവർക്കൊക്കെ ഇത്തരത്തിൽ ഉപയോഗപ്പെടാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അവർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ മൊബൈലിലും വിട്ടിട്ടുണ്ട്. ഈ മൊബൈലിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് ഇതുവരെയൊക്കെയായിട്ടും ഈ മൊബൈലിൻ്റെ അകത്ത് ഈ മാൽവെയർ ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഒറ്റ കുഞ്ഞുങ്ങൾക്കറിയില്ല. എത്രത്തോളം നമ്മുടെ മൊബൈൽ നമ്മൾ ആര് മനസ്സിലാക്കുന്നു? ഇപ്പം നമ്മൾ ട്രൂ കോളർ നമ്മൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതേപോലെ പല ആപ്ലിക്കേഷൻസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മളെല്ലാം S കൊടുത്താണ് നമ്മൾ പോകുന്നത്. എത്രത്തോളം സുതാര്യത ഉണ്ടോ? നമ്മുടെ വീട്ടിലായാലും പാരൻസ് ആയാലും നമ്മുടെ അമ്മമാരും സഹോദരിമാരായാലും ആര് വീഡിയോ കോൾ വിളിക്കുമ്പോഴും ഈ ലോകരാഷ്ട്രങ്ങളിൽ മത്സരിക്കുന്നതാണ് ഫേസ്ബുക്കും അതുവരെ വാട്സപ്പ് മേടിച്ചു തരും. ഇതൊക്കെ എത്രത്തോളം സുരാദ്യമായ കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പെഗാസസ് പോലത്തുള്ള സോഫ്റ്റ്വെയർ
ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് പല സോഫ്റ്റ്വെയർ നമ്മുടെ ഇന്ത്യക്കകത്ത് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ഇൻഫെക്റ്റഡ് ആകും. ഇത് കണ്ടുപിടിക്കാൻ എത്രത്തോളം എളുപ്പമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡേറ്റ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിപരമായിട്ട് പോയിട്ടുണ്ട്. ഇത് ജനങ്ങളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജനങ്ങളെ ശ്രീ വർഗീസ് ബാബു, എൻ്റെ ഒരു സംശയം, അതായത് ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ 70 ലക്ഷം മില്യൺ ഡോളർ മറ്റോ കൊടുത്താണ് വാങ്ങുന്നത് എന്നാണ് ഒരു പക്ഷം, അത്തരത്തിലാണ് വിവരങ്ങൾ വന്നത്. ഇവിടെ ഇത് ഇപ്പോൾ ഒരു സർക്കാർ വാങ്ങിയാൽ ആ സംവിധാനങ്ങൾക്ക് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കാൻ NSO ഒക്കെ അവരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ഇത്തരത്തിൽ ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് അവർക്ക് മില്യൺ കണക്കിന് ഡോളറിൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു. അവർ കൃത്യമായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത്തരം സോഫ്റ്റ്വെയർ നൽകൂ എന്ന് പറയുമ്പോഴും വാങ്ങിയ ഒരാൾ ഇത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു, ഏതോ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം കൂടി അവർക്ക് ഉണ്ടാവേണ്ടതല്ലേ? അതുണ്ടോ? എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? അതായത് ലോകരാഷ്ട്രങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ഡാറ്റ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് പല കമ്പനികളും ഈ സോഫ്റ്റ്വെയർ മേടിക്കുന്നുണ്ട്. ഇത് തരേണ്ടത് ഗവൺമെന്റിന് മാത്രമല്ല, ഗവൺമെന്റിന് ഈ സോഫ്റ്റ്വെയർ കൊടുത്താൽ അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ വെളിനിപ്പുണ്ട്. ഈ കമ്പനികൾക്ക് ഈ ഡാറ്റ വിവരങ്ങൾ ചോർത്തി കൊടുത്താൽ, അതായത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയാലും വൈ എന്ന കമ്പനി ആയാലും നിലവിലുണ്ടെങ്കിൽ ഈ ഡാറ്റ 70 ലക്ഷം അല്ല 70 കോടി ആയാലും കുഴപ്പമില്ല, വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ പോകുന്നത് ഒരു കമ്പനിയുടെ സ്വകാര്യതയല്ല, ഇവിടെ പോകുന്ന ജനങ്ങളുടെ സുരക്ഷയാണ് പോകേണ്ടത്. എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്? ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. എന്ത് സുരക്ഷയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് കേട്ടു, BJP ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പല കമ്മ്യൂണിസ്റ്റാണ്, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്? ഇതൊന്നുമല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടത് ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുന്നുണ്ട് പല സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട്. എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് നമ്മൾ ജീവിക്കുന്നത്? ഈ സോഫ്റ്റ്വെയർ വരുന്നത് എന്താണ്? സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെക്കാട്ടി നോളജുള്ള ആൾക്കാരായിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയേണ്ടത്, ഒരു കാര്യം അറിയാതെ സംസാരിക്കുന്നത് എന്താണ് മാൽവെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഇതിനെക്കുറിച്ചിട്ട് ഒരു വിവരങ്ങളും ഇല്ലാതെ പല കമ്പനികൾ ഡാറ്റ ചോർത്തുന്നുണ്ട്, ഫോണ് ടാമ്പർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനാണ് ഇരിക്കുന്നത്? പക്ഷെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പെഗാസസ് പോലെ സോഫ്റ്റ്വെയർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട മാർഗമാണ് ഗവൺമെന്റ് ഏജൻസി നോക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ KV തോമസ്, ശ്രീ SK സജീഷ, ഒപ്പം ശ്രീ ജയചന്ദ്രൻ, ശ്രീ വർഗീസ് ബാബു, ശ്രീ ഗോപികൃഷ്ണൻ. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജയചന്ദ്രൻ, ഈ നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ ഈ പേരുകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ പൊതു സ്വഭാവമുണ്ട്. അതായത് BJPക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഈ ആഭ്യന്തര മന്ത്രാലയം പോലുള്ള സ്ഥലങ്ങളിൽ, പ്രതിരോധം പോലുള്ള സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, ഗോപികൃഷ്ണനെ പോലെ നേരത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആളുകൾ, ഒപ്പം ശ്രീ രോഹിണി സിംഗ്, ജയ്ഷാൽ ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തക, ഒപ്പം സ്വാതി ചതുർവേദിയെ പോലെ സംഘപരിവാർ അനുകൂലികളുടെ ഫേസ്ബുക്ക് അറ്റാക്കിനൊക്കെ ഒരുപാട് വിധേയ മാധ്യമപ്രവർത്തക, അതുകൂടാതെ പ്രവീൺ തൊഗാഡിയെ പോലെ നരേന്ദ്രമോദിയുമായി അത്ര സുഖത്തിലല്ലാത്ത ആളുകളുടെ പേരുകൾ ചോരുന്നു. അങ്ങനെ ഈ മൊത്തത്തിലൊരു പൊതു സ്വഭാവം, പിന്നെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരുന്നു. ആ ഒരു പൊതു സ്വഭാവത്തെ ആ തരത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇത്തരം വിവരങ്ങൾ ചോർത്തുന്നതിൽ സർക്കാരിന് പങ്കില്ലേ? സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദ്യവും ഉയരുന്നുണ്ട്. രഞ്ജിത്തെ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തുക സാധ്യമാണോ? ശ്രീ സജീഷ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ഇന്ന് വളരെ വ്യക്തമായിട്ട് IT മന്ത്രി പറഞ്ഞു, വാട്സപ്പിലൂടെ ഇത്തരത്തിൽ വിവരങ്ങൾ ചോരുന്നു എന്നത് സുപ്രീം കോടതി പോലും പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണ്. അതിപ്പോഴും ആവർത്തിക്കുകയാണ് സജീഷിനെ പോലെ ആളുകൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അടിക്കടി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി 9 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വിടുന്നതിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ സമീപിക്കണം. ഇനി പറഞ്ഞിരിക്കുന്നു, ഇതിനുള്ള ആധികാരികത എന്താണ്? ശ്രീ KV തോമസിനെ പോലെ മുൻ മന്ത്രി ഒക്കെ ആയിരുന്ന ഒരാൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഞാൻ അല്പം കൊണ്ടുവരുന്നത്, സോണിയാഗാന്ധിക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോലും യോഗ്യത ഉണ്ടായിരുന്ന അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി സാറെ രേഖാമൂലം എഴുതി കൊടുത്തു മൻമോഹൻ സിംഗ്, എന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് അന്വേഷിക്കാൻ തയ്യാറായോ? ചന്ദ്രശേഖർ മന്ത്രിസഭയുടെ പതനം നേരത്തെ ഇവിടെ നമ്മുടെ ഗോപികൃഷ്ണൻ പോലുള്ള ആളുകൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. 2009 മുതൽ ചെയ്യുന്ന വസ്തുതകൾ, ഇതൊക്കെ നടത്തുന്ന ആളുകൾ ഇന്ന് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് ആവേശം കൊടുക്കുന്നത് എന്തിന്റെ പുറകിലാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പലതും വസ്തുതാവിരുദ്ധമാണ്. സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞ വസ്തുതകൾ. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്, ഇതിനെന്ത് ആധികാരികതയുടെ പിൻബലമാണ് ഈ വിഷയങ്ങൾക്കുള്ളത്? വളരെ വ്യക്തമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ പബ്ലിക് ഡൊമൈനിൽ
IT മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലമുണ്ടോ നിങ്ങളുടെ ആരോപണത്തിന്? അത്തരത്തിൽ പരിശോധിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. മറിച്ച് ഇത് വസ്തുതാപരമായിട്ട് യാതൊന്നുമില്ലാത്ത ഒന്നാണ്. വർഗീസ് ബാബു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അദ്ദേഹത്തിന്റെ IT പരിജ്ഞാനം അത്ര ഇല്ലാത്ത ഒരാൾ എന്ന് നിലയ്ക്ക്, പക്ഷെ എനിക്ക് ലഭ്യമായ വിവരം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവനവന്റെ ഫോണിൽ അവനവൻ തന്നെ ആ ലിങ്ക് ദൃശ്യമായി വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ അദൃശ്യമായി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നത്, ഭയപ്പെടുന്നത്, നമുക്കൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു ലിങ്ക് 100 തവണ ആലോചിച്ച ശേഷം മാത്രമാണ് അത് നിങ്ങൾ അതിൽ കൈവയ്ക്കാവൂ എന്ന് പാടി പഠിപ്പിക്കുന്നവരാണ് സാധാരണ ഒരു രാഷ്ട്രീയക്കാരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇത്തരത്തിൽ പ്രഗത്ഭരായ ആളുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് സ്വയം ദൃശ്യമായി വരുന്ന ലിങ്ക് പ്രസ് ചെയ്യപ്പെടുമ്പോൾ അദൃശ്യമായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് വസ്തുതകളുടെ ആധികാരികതയെ കുറിച്ച് IT മന്ത്രി തന്നെ പറഞ്ഞു. ആരോപണ വിധേയമായിരിക്കുന്ന ഫോണിനെ കുറിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഈ പൗരന്മാരുടെ വിവരങ്ങൾ അത് എത്ര ചെറിയ ആളായാലും വലിയ ആളായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും ഉള്ളതാണല്ലോ. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ ആ ഒരു ഗൗരവത്തിൽ സർക്കാർ ഇതിനെ സമീപിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർക്കാരിന് പങ്കില്ല എങ്കിൽ മറ്റാരെങ്കിലും ഈ തരത്തിൽ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കണം, ആ തരത്തിൽ ആരാണെന്ന് കണ്ടെത്തണം. കാരണം ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള വില കൽപ്പിക്കുന്ന ആളുകളാണെന്ന് പറയുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് ആ തരത്തിൽ അതിനെ കാണുന്നില്ല. ശ്രീ വർഗീസ് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ആ ഗൗരവം ഈ വിഷയത്തിൽ നൽകുന്നില്ല? നമ്മുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഒക്കെ വല്ലാത്ത തോതിൽ ഹനിക്കപ്പെടുന്ന രീതിയിൽ ലോകരാജ്യങ്ങളിലൊക്കെ ആ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ ആ തരത്തിൽ എന്തുകൊണ്ട് സർക്കാർ കാണുന്നില്ല എന്ന് പ്രസക്തമായ ചോദ്യമായി വരുന്നില്ലേ? രഞ്ജിത്തെ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതാണോ ഇന്ന് നമ്മൾക്ക് ദൃശ്യമായത്? പാർലമെന്റിലെ പുതിയ അംഗങ്ങളെ, മന്ത്രിമാരെ, പുതിയൊരു ക്യാബിനറ്റ് ഷഫ്ലിംഗ് നടന്നു, അവരെ പരിചയപ്പെടുത്താൻ ഞാൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു ചരിത്രപരമായ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അംഗങ്ങൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനോട് സഹകരിച്ച് ഈ ഒരു ആവശ്യം പാർലമെന്റിൽ ആരാണ് രഞ്ജിത്ത് ഉന്നയിച്ചിരിക്കുന്നത്? കോൺഗ്രസ് ആണോ? ഇടതുപക്ഷമാണോ? ആരെങ്കിലും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചോ? ഇതൊക്കെ ഉന്നയിക്കാനുള്ള കോടികൾ വിലമതിക്കുന്ന സമയത്തിന് പോലും പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇതിന് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമൊന്നുമില്ല. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഇത് കൊണ്ടുവന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതിനുശേഷമാണ് പ്രതിപക്ഷമൊക്കെ ഏറ്റെടുത്തത്. അതെ, ഞാൻ പറഞ്ഞു, പാർലമെന്റിനകത്ത് ഇത് അന്വേഷിക്കണം എന്ന് പറയാൻ പോലും പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? ബഹളം വെക്കുകയല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ എന്താണ്? താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗവൺമെന്റിനെ അടിക്കാനും പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ടുപോകാനും ഉള്ള ഒരു വടി അന്വേഷിക്കുകയായിരുന്നു അവർ. അത് ഇന്നലെ രാത്രിയിൽ കൃത്യമായ അജണ്ടകളുമായിട്ട് അവർക്ക് എടുത്തു കൊടുക്കേണ്ടവൻ എടുത്തു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിക്ക് വിഷനെ പോലെയുള്ള ന്യൂസ് ക്ലിക്കിനെ പോലെയുള്ള ആളുകൾ പണം വാങ്ങിയും അല്ലാതെയും ഈ ഗവൺമെന്റിനെതിരായി മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ അപങ്കുരം തുറന്നുകൊണ്ടിരിക്കും. വസ്തുതാപരമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ മുൻ IT മന്ത്രിയും പ്രസന്റ് IT മന്ത്രിയും കൃത്യമായി ചോദിച്ചു, ഈ കാര്യത്തിൽ വസ്തുതാപരമായിട്ട് എന്ത് സഹായമാണ്, സപ്ലിമെന്റ് ആണ് ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഇത് ഡാറ്റ മാത്രം അല്ല, ഇത് രാജ്യത്തിന്റെ ഇത്തരം തന്ത്രപ്രധാനമായ ആളുകൾക്കെതിരായുള്ള വാർത്തകൾ ടാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ത്യയെ പോലെ പൗരന്റെ വ്യക്തി ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും അവന്റെ കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കും. ഞാൻ പറഞ്ഞു 2019-ലും 2021-ലും അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത് മാത്രമല്ല, വാട്സപ്പ് പോലുള്ള ട്വിറ്റർ പോലുള്ള ഏജൻസികൾ അത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണത്തിൽ ഗവൺമെന്റ് വെക്കുന്ന അത്രയും സ്ട്രോങ് പവറായിട്ടാണ് നമ്മളതിനെ നേരിടുന്നത്. പക്ഷെ ഈ കൊണ്ടുവന്നവരുടെ ലക്ഷ്യവും ഉദ്ദേശവും അത് തന്നെയാണോ? അവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, പാർലമെന്റ് നടക്കരുത്. ശരി, അതിൽ തലേ ദിവസം എന്തെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് കൊണ്ടുവരിക. ശരി ശരി ഇത് അവസാനം ഇവിടെ ശ്രീ ഗോപികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ 2009 മുതൽ തന്റെ ഫോൺ ചോർത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, മുൻ സർക്കാർ UPയുടെ കാലത്തുമൊക്കെ ഇത് സംഭവിക്കുന്നുവെന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം സ്പൈവെയറുകൾ ഉപയോഗിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അത്തരം ആരോപണങ്ങളോട് എന്താണ് താങ്കളുടെ പ്രതികരണം? ശ്രീ KV തോമസ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് ഡീലാണ് ഞാൻ പറഞ്ഞത് ഇസ്രയേലുമായിട്ട് നടത്തിയിട്ടുള്ളത്. ആ ഇസ്രയേലുമായിട്ടുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ ചാരസംഘടനയുടെ കൂടെയുള്ള സഹായത്തോടുകൂടി പെഗാസസിനെ പ്രയോജനപ്പെടുത്തിയത്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല.
അതിനൊക്കെ ചില നിയമാനുസൃതമായ ചില മാർഗങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭീകരപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെ പലപ്പോഴും ഇത് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതല്ല. ഇത് ലോകത്തിലെ 17 മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചൊരേ ശബ്ദത്തിൽ പറയുന്നു, പെഗാസസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ചോർത്തിയെടുത്തു. അവർ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ ഒന്നും ഭീകരപ്രവർത്തകരൊന്നും അല്ലല്ലോ. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി സൂചിപ്പിച്ച കാര്യങ്ങൾ, അവരൊന്നും ഭീകരപ്രവർത്തന നേതൃത്വം കൊടുക്കുന്നവരല്ല. അപ്പം ഗവൺമെൻറ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെറിയ തലവേദന ഉണ്ടാക്കുന്നവരെ പോലും, അത് പാർട്ടിക്കകത്തുള്ളവരാണെങ്കിലും പാർട്ടിക്ക് പുറത്തുള്ളവരാണെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ സൂക്ഷിച്ച് അവരെ നിശബ്ദമാക്കുക, ജുഡീഷ്യറി ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നിശബ്ദമാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി ഭരിക്കുന്ന ഗവൺമെൻറ് ഇസ്രയേലിനെ പോലെയുള്ള ഇത്തരം ചാരപ്രവർത്തനങ്ങൾക്ക് മിടുക്കന്മാരായ ആളുകളെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ ഒരു നടപടി ഈ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുള്ളത്. ഇതിന് എന്ത് വിശ്വാസ്യതയുണ്ട്? ഈ ആരോപണങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയുണ്ട്? വസ്തുതാപരമായി എന്ത് തെളിവുണ്ട്? ഇത് ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപുള്ള കേവലം ചില ആരോപണങ്ങൾ മാത്രമാണ് എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പറയുന്നത്. ഇത് ചില തരത്തിലുള്ള മറ്റു ചില ഏജൻസികളുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്ന വിഷയത്തിലും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വെറും ആരോപണം മാത്രമായി ഇത് കണ്ടാൽ പോരെ എന്നും ഒക്കെയാണ് ഡിഫൻസായിട്ട് ഇവർ പറയുന്നത്. അല്ല, 17 മാധ്യമങ്ങൾ ഒന്നിച്ചു പറയുന്ന, വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് സത്യമാണോ സത്യമല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യത്തെ എങ്ങനെയാണ് ഗവൺമെൻറ് ധിക്കരിക്കാൻ കഴിയുക? പിന്നെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് ബഹളം കൂട്ടാറുണ്ട്. ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്ന കാലത്ത് മാസങ്ങളോളം പാർലമെൻറ്റ് നടത്താൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷം പറയുന്നത് എന്താ? BJP ആണല്ലോ പ്രതിപക്ഷം. അന്നത്തെ പ്രതിപക്ഷം പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്, പാർലമെൻറ്റ് നിർത്തിവെക്കും, ചിലപ്പോൾ മാസങ്ങളോളം നിർത്തിവെച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിയായ രാഷ്ട്രീയ ജനാധിപത്യ പ്രവർത്തനം എന്ന അഭിപ്രായം എനിക്കില്ല. ഇന്ന് നടക്കുന്ന സംഭവം എന്താ? ഈ പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി ഇഷ്യൂസ് പ്രതിപക്ഷം മുന്നിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായൊരു ഇഷ്യൂ, ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് BJPയുടെ കൂടെ നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി തന്നെ ഇത് ഉന്നയിക്കുന്നു. 2 ലോകോത്തരത്തിലെ മാധ്യമങ്ങൾ, വിശ്വസ്തതയുള്ള മാധ്യമങ്ങൾ ഈ പ്രശ്നം എടുത്തിരിക്കുന്നു. ശ്രീ എസ് കെ സജീഷ്, ഇവിടെ ഈ ഇന്ത്യൻ സർക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഈ NSO തയ്യാറായിട്ടില്ല. ഒപ്പം പെഗാസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ രഹസ്യമാണെന്നും അവർ പറയുന്നു. അപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതിൽ വസ്തുതാപരമായി സത്യമൊന്നുമില്ല, അത് കേവലം ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള BJPയുടെ ഡിഫൻസിനെ എങ്ങനെ കാണാം? അല്ല, ആർക്കും പറയാൻ കഴിയുന്ന ചില പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് ശ്രീ ജയേന്ദ്ര മാസ്റ്ററും BJPയും ഇവിടെയും പാർലമെൻറ്റിനകത്തും പുറത്തും എല്ലാം ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണെങ്കിലും ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഒന്നുകൂടി പറയുന്നു. ഈ ആക്ഷേപം പ്രതിപക്ഷത്ത് നിന്നല്ല ഉയർന്നത്, BJPയുടെ എം പിയായ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇത് ട്വീറ്റ് ചെയ്തത് എന്നത് ഒന്നാമത്തെ കാര്യം. 2, ഇത് ഇന്ത്യയിലെ കാര്യമാണ് എന്നുള്ള രീതിയിൽ മാത്രം പറയരുത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, വേൾഡ് വൈഡ് ക്രൈം എഗെയിൻസ്റ്റ് ഡെമോക്രസി, ഗ്ലോബൽ ഡെമോക്രസി അണ്ടർ സൈബർ അറ്റാക്ക്, ഇതെല്ലാം ലോകത്തുള്ള ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. അതിൽ ഇന്ത്യ പങ്കാളിയാകുന്നു. 1400-ലധികം ആളുകളുടെ, ലോകത്തുള്ള പ്രധാനികളുടെ ഫോൺ രേഖകൾ ഈ പെഗസസ് ഉപയോഗിച്ച് ചോർത്തിയിരിക്കുന്നു. അതിൽ 300 പ്രമുഖരാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ കാണണം. 1400 പുറത്തുണ്ട്, അതിൽ കൂടുതൽ പുറത്തുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്ത് നിലനിൽക്കുമ്പോഴാണ് ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണണം. മറ്റൊന്ന്, ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് മറ്റു ചില രീതിയിൽ ചർച്ചയെ വഴിതെറ്റു കൊണ്ടുപോകാനാണ് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ ഉൾപ്പെടെ ശ്രമിച്ചത്. ഒന്ന്, ഈ സോഫ്റ്റ്വെയർ 2010 NSO എന്ന ഇസ്രായേൽ കമ്പനി രൂപീകൃതമായതിനു ശേഷം, 2009 ഒക്കെ അതിന് മുമ്പുള്ളതാണ്, 2010
NSO കമ്പനി രൂപീകരിച്ച് അവർ പിന്നീട് പെഗസസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ പിന്നീട് രൂപപ്പെടുത്തി. ആ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ഇതുവരെയുള്ള സോഫ്റ്റ്വെയർ പോലെയല്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, അറിയാതെയോ അറിഞ്ഞോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണിനകത്തേക്ക് മറ്റൊരു സോഫ്റ്റ്വെയറിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. പെഗസസിന്റെ പ്രത്യേകത അതല്ല. നമ്മൾ പോലും അറിയാതെ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണിനകത്തേക്ക് അവർ ഡയറക്റ്റ് കടന്നു ചെല്ലുകയും, ഇതൊരു ആത്മഹത്യാ സോഫ്റ്റ്വെയർ ആണ്, ഡയറക്റ്റ് കടന്നു ചെന്ന് പ്രവർത്തിച്ച് അതിനകത്തുള്ള ഡാറ്റാസ് എല്ലാം ചോർത്തിയെടുത്തതിന് ശേഷം പൂർണ്ണമായും ആത്മഹത്യ ചെയ്യുന്ന പോലെ അപ്രത്യക്ഷമായി പോകുന്നു. പിന്നീട് അത് കണ്ടുപിടിക്കുക പോലും പ്രയാസമാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള പ്രധാനപ്പെട്ട ഈ ഫോറൻസിക് ലാബുകളിലെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് എന്ന് നമുക്കറിയാം. ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടത് BJP എങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിന് 2 ഉദാഹരണങ്ങൾ കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഗൗരവത്തിൽ ഉയർത്തിയ മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു. ഡാറ്റ ചോർത്തിയെടുക്കാൻ ഇന്ത്യയിൽ OBI, ഓഫ്ലൈൻ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ജനങ്ങളുടെ അഭിരുചി മനസ്സിലാക്കി അതിനനുസരിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ. നേരത്തെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചതായും നമ്മൾ ലോക വാർത്തകൾ കേട്ടു. അതിനോട് ചേർത്ത് നിൽക്കുന്നതാണ് ഇന്ത്യയിലെ കാര്യം. അങ്ങനെ ഈ സംവിധാനങ്ങൾ BJP ഉപയോഗിച്ചിരുന്നു എന്നതൊരു കാര്യം. പിന്നെ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫാദർ സ്റ്റാൻസാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരെ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തിന്റെ മെയിലിനകത്തേക്ക് ഇൻബോക്സിലും സെൻഡ് ബോക്സിനകത്തേക്കും വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹാക്കിംഗ് നടത്തിക്കൊണ്ട് സന്ദേശങ്ങൾ എത്തിച്ചു എന്ന് അമേരിക്കയിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ കണ്ടെത്തിയ കാര്യവും നമുക്കറിയാം. ഇത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹികളാക്കാൻ, ചിലരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പക്ഷത്താക്കാൻ, മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാൻ എല്ലാ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്താൻ 2014 മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട് BJP സർക്കാരിനെതിരെ. 2014 മാധ്യമ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ വാട്സപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയം അന്വേഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. വേണ്ടത്ര തെളിവുകൾ ആ തരത്തിൽ ലഭ്യമായില്ല എന്നാണ് കോടതിയിൽ വ്യക്തമാക്കിയതെന്നും മനസ്സിലാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെളിവുകളോ വസ്തുതാപരമായ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വിഷയത്തിൽ. അന്ന് മുതലുള്ള ആരോപണം ഇപ്പോൾ ആവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അല്ല, ഒരു കാര്യം, ഇവർ പറയുന്നത് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇല്ല എന്നാണോ? ഈ NSO എന്ന് പറയുന്ന കമ്പനി ഇല്ല എന്നാണോ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു ചാരക്കണ്ണുള്ള രാജ്യമാണ്. മറ്റ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന രാജ്യമല്ല എന്ന് നമുക്കറിയാം. ആ രാജ്യവുമായി അടുത്ത ബന്ധം ഇന്ത്യ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ആയുധ വ്യാപാരത്തിന്റെ കാര്യത്തിലായാലും സൗഹൃദത്തിന്റെ കാര്യത്തിലായാലും. അത് നമ്മുടെ ചേരിചേരാ നയങ്ങൾക്കുൾപ്പെടെ എതിരാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. അതെല്ലാം നിൽക്കട്ടെ. അപ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്തത് ലഘൂകരിക്കാനാണ് ശ്രമമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 1% മാത്രമാണ് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. അതിലൊരു % ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ കമ്പനി തന്നെ പറയുന്നു ഇത് ഗവൺമെന്റ് ഏജൻസികൾക്കോ മാത്രമേ നൽകൂ എന്നത്. അപ്പോൾ ഗവൺമെന്റ് ഏജൻസികൾക്കാണ് നൽകിയത്, ഗവൺമെന്റിനാണ് നൽകിയത്. ആ ഗവൺമെന്റിന്റെ തലപ്പത്ത് അമിത്ഷയും മോദിയുമാണ്. ഇവർക്കെതിരായിട്ടുള്ള ആളുകളാണ് ഈ 300-ൽ പെട്ടവർ മുഴുവൻ. അതാണ് പ്രശ്നം. അതിൽ സ്വന്തം കേന്ദ്രമന്ത്രിമാരെ പോലും വിശ്വാസമില്ല എന്നതാണ് പ്രശ്നം. അവിടെയാണ് BJPയുടെ MP ഈ വിഷയം ഉന്നയിച്ചത്. BJPയുടെ MP ആണ് സുബ്രഹ്മണ്യ സ്വാമി, ഇടതുപക്ഷത്തിൻ്റെതല്ല. ഇടതുപക്ഷത്തിന്റെ MP 2019-ൽ KK രാഗേഷ് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു, രേഖകൾ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വിടൂ. ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ഉന്നയിച്ചത് കോൺഗ്രസിന്റെ MP അല്ല, CPMന്റെ MP അല്ല, പ്രതിപക്ഷത്തുള്ള MP അല്ല, BJPയുടെ ഭരണകക്ഷിയുടെ MP തന്നെയാണ് ഉന്നയിച്ചത്. അപ്പൊ ആ വാദത്തിന് എന്ത് പ്രസക്തിയാണ്? ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ താങ്കൾ പറഞ്ഞത് അത്ര ഗൗരവമായി താങ്കൾ ഈ വിഷയത്തെ എടുക്കുന്നില്ല. കാരണം അത്ര കാലങ്ങളായി താങ്കൾ ഈ വിഷയം അനുഭവിക്കുന്നതാണ്. ഈ ചോർത്തിയ ആളുകളോട് പോലും താങ്കൾ സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശദീകരണം നൽകി. ഇത്ര വർഷങ്ങളായി ഡൽഹിയിൽ നടത്തുന്ന പത്രപ്രവർത്തന കാലയളവിൽ സർക്കാരുകൾക്ക് വ്യത്യാസമില്ല ഇത്തരം ചോർത്തലുകൾക്ക്, പക്ഷെ അവർ ഉപയോഗിക്കുന്ന രീതികൾക്കും മാർഗങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ചാര സംഘടനയിൽ ഈ ആരോപണം വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഗൗരവം ഉണ്ടാകുന്നു എന്നാണ്. കേന്ദ്രമന്ത്രിമാരുടെ എന്തിനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം സർക്കാർ, ഈ കേന്ദ്രമന്ത്രിമാരുടെ പേര് മാത്രമല്ല, വളരെ സീനിയറായ
RSS നേതാക്കളുടെ വരെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്. ആ പേരുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണകക്ഷിയെ സംബന്ധിച്ച് വളരെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ആരാണ് ഇതിനകത്ത്, ആരുടെ ഉത്തരവിൻ പ്രകാരമാണ് ടാപ്പ് ചെയ്തത്? ഇതിനകത്ത് പെഗാസസിന്റെ സോഫ്റ്റ്വെയറിന്റെ വിലയൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ $70 മില്യൺ കുറഞ്ഞ ഒരു പ്രോജക്റ്റ് അവർ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. അവർ ഗവൺമെന്റുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്ന 70 മില്യൺ ഇത്തരത്തിലുള്ള പണമൊക്കെ പ്രൈവറ്റിൽ നിന്ന് പോകുന്നതല്ല. അവർ തന്നെ പലതവണ അവർ പറഞ്ഞു കഴിഞ്ഞു ഗവൺമെന്റുമായിട്ട് അവരെ ഡീൽ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇനി ഏത് ഗവൺമെന്റ് ചെയ്തു എന്നൊരു ചോദ്യം നമ്മള് പലരും ഉന്നയിക്കാം. പക്ഷെ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയുന്ന പോലെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഇത് സംശയങ്ങളുടെ മുൾമുനയിൽ ഇങ്ങനെ കിടക്കും. ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ രാജിവെക്കേണ്ടി വന്നത് വാട്ടർഗേറ്റ് സംഭവത്തിന്റെ പേരിലാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ആയിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓഫീസ് ആയ വാട്ടർഗേറ്റ് ബിൽഡിംഗിൽ നടത്തിയ ചാരപ്രവർത്തനമാണ് വാട്ടർഗേറ്റ് സംഭവമായി നമ്മുടെ ജേർണലിസ്റ്റിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അത് കുറച്ചുകൂടെ വലുതാവുന്ന കൂടെയുള്ള മന്ത്രിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ആരാണ് ഇതൊക്കെ നിരീക്ഷിക്കുന്നത്? ആരുടെ ഉത്തരവിൻ പ്രകാരമാണ്, ഏത് ഏജൻസിയാണ് പെഗാസസുമായി ഡീൽ ചെയ്തത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഇതിങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും. സർക്കാരിനെ സംബന്ധിച്ച് തലവേദനയായി. ശ്രീ വർഗീസ് ബാബു, ഇവിടെ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ഇതിനെ എങ്ങനെ തടയാൻ പറ്റുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ഇത്തരം അറ്റാക്കുകളെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ? അതോ ഈ കൃത്യമായ നിയമനിർമ്മാണമാണോ ഇത്തരം സംഭവങ്ങൾക്ക് ആവശ്യം? നമ്മുടെ നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥയുണ്ടോ IT നിയമങ്ങളിൽ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിൻ്റെ അകത്ത് സാങ്കേതികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർ ഈ മാൽവെയർ ആണ്. നമ്മുടെ മൊബൈലിനകത്ത് ഇത് എങ്ങനെ ഇൻഫെക്റ്റഡ് ആവുന്നുള്ള കാര്യം നമ്മുടെ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻക്യൂറബിൾ ആണ്. കാര്യം ഏത് പാർട്ടി ഭരിക്കണം, ഏത് പാർട്ടി ഇനി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്ന ഒരു സംഘടന നമ്മുടെ ഓൺലൈൻ PR ഏജൻസി വരുന്നുണ്ട്. അത് ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ മേ ബി ഇപ്പം 2021 2023 24 ഘട്ടങ്ങളിൽ നാളെ തീവ്രവാദികളായ ചാരസംഘടനയായ അവർ പറയുന്ന പാർട്ടി ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന് രാഷ്ട്രീയ നേതാക്കളുടെ വീഡിയോ ആയാലും ഓഡിയോ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇത് നമ്മളിപ്പം ഈ പറയുന്ന ജയചന്ദ്ര സാർ പറയുന്നു, ഒരു പ്രസ്താവനയാണ് പറയുന്നത്. ഒരു BJPയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ എന്ന നിലയിലല്ല. ലോകരാഷ്ട്രങ്ങളിൽ ഒരുപാട് ജനങ്ങളുടെയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെയും വീഡിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്രയോ ഡാറ്റ തെളിവുകൾ ഈ പെഗാസസ് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. അത് എപ്പം നമ്മുടെ വൈറലാവും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ ഇന്ത്യയെ മാത്രം പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ അകത്ത് ഒരു മാൽവെയർ അറ്റാക്ക് നടന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയൊന്നും ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഇസ് വെരി ഗുഡ്. അവരുടെ അറ്റാക്സ് ആയാലും അദ്ദേഹത്തിൻ്റെ തീരുമാനമായാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്പർ 1 ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനകത്തായാലും പുറത്തായാലും കേരള പോലീസിന്റെ ഭാഗമായാലും മറ്റുള്ള പോലീസ് ഭാഗങ്ങളായാലും ഇന്ത്യയുടെ പല ആപ്ലിക്കേഷൻസിനും മാൽവെയർ വരുന്ന എല്ലാ നോക്കിയിട്ടാണ് വിടുന്നത്. ഇവിടെ പല പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ട് മൊബൈലിൻ്റെ അകത്ത് URL-ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളോ ആയിട്ടോ വരുന്നെന്നുള്ള കാര്യം. ഇവിടെ നമ്മളെ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ OTP വഴി പൈസ പോകുന്നുണ്ട്, കുട്ടികളുടെ സുരക്ഷകൾ നേരിട്ടില്ല. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നാളെ ഏത് പാർട്ടി ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇസ്രായേലായ ചാര സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന മുമ്പേ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ശരി, അതാണ് എനിക്ക് പറയാനുള്ളത്. യശോധരൻ, ശ്രീ KV തോമസ് അടക്കം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പല കാലങ്ങളായുള്ള സർക്കാരുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാജ്യസുരക്ഷയുമായൊക്കെ ബന്ധപ്പെട്ട. പക്ഷേ ഇപ്പോഴിത് ഇസ്രായേൽ പോലൊരു രാജ്യം, അവരുടെ ചാരസംഘടന അത് ഏതൊക്കെ മേഖലകളിൽ കടന്നു കയറുമെന്ന് നമുക്കൊരു വ്യക്തതയുമില്ല. സൈബർ വിദഗ്ധനായ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള പ്രധാനപ്പെട്ട വിവരം അത് അങ്ങനെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യവുമല്ല.
അത് ഈ തരത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കരാറുകൾ ഉണ്ടാകുന്നു, അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ സുരക്ഷിതത്വത്തെ, നമ്മുടെ സംവിധാനങ്ങളെയൊക്കെ ബാധിക്കും എന്ന ഒരു സംശയം കൂടി ഉന്നയിക്കുകയാണ് പലരും. അല്ല രഞ്ജിത്ത്, താങ്കൾ ഉൾപ്പെട്ട കാര്യത്തിൽ ആശങ്ക അല്പം പോലും ഞാൻ കുറച്ച് കാണുന്നില്ല. ഞാൻ അതിന്റെ പങ്കു ചേരുകയാണ്, അതിനൊപ്പം നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തരം കെട്ടുകഥകളെ പോലെ നമ്മൾ ഇങ്ങനെ പാടി പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്ത് എവിഡൻസസ് ആണ് ഈ ഗവൺമെന്റ് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്? ഡാറ്റകൾ കൊണ്ടുപോവുക എന്നുള്ളത് നമുക്കറിയാം. സ്പ്രിംഗ്ലർ കേരളത്തിൽ വന്ന് നമ്മുടെ രോഗവിവരം ചോദിച്ച് സ്പ്രിംഗ്ലർ പോലും ചെയ്യുന്നത് ഡാറ്റകളുടെ മോഷണമാണ്. അതിന് കൂട്ടുനിന്ന് ആദ്യം നിഷേധിച്ചവരാണ് ഇപ്പൊ വലിയ വായിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ബഹുമാനിക്കുന്ന, ഏറെ എനിക്ക് ആദരവ് തോന്നിയ ഒരു ഇടതുപക്ഷ സുഹൃത്താണ് എന്റെ സജീഷ്. പക്ഷെ സജീഷ, നിങ്ങളിങ്ങനെ ആഗോള ഡെമോക്രസിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഡെമോക്രസിയെ കുറിച്ച് ഉള്ള താങ്കളുടെ സങ്കല്പം വിഭിന്നമാണ് നമുക്കുള്ളത്. ഞാൻ ഒരു കാര്യം രഞ്ജിത്ത് പറഞ്ഞോട് പറയുന്നത്, ഈ നിയമത്തിന്റെ വ്യക്തിയുടെ സ്വകാര്യതയുടെ കടന്നുകയറ്റത്തിനെതിരായി അതിശക്തമായ സോഷ്യൽ മീഡിയ 2021 നിയമവും 2019 നമ്മൾ മുമ്പോട്ട് നിയമവും വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിമുള്ളതാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ കഴിഞ്ഞ IT മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താണ്, ആ തരത്തിൽ അതിലംഘിക്കുന്നതായി എന്തെങ്കിലും നടന്നതായിട്ട് എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് സമ്മേളനം തൊട്ട് മുമ്പ് വർഷാവർഷം നടത്തി വരുന്ന ഒരു ആഘോഷത്തിനപ്പുറത്തേക്ക് അതിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് നമ്മൾ സംശയിക്കുന്നത് ഇതുകൊണ്ടാണ്. പാർലമെന്റിൽ ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾ പറയുന്ന രാജ്യസുരക്ഷയെയും ജനതയുടെയും നമ്മുടെ ജീവനെയും നമ്മുടെ സുരക്ഷയും ഒക്കെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവാതെ ബഹളം തടസ്സപ്പെടുത്തുക എന്ന അജണ്ടയിലേക്ക് മാത്രം പോകുന്നു? ഇത് എന്തുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല? സുബ്രഹ്മണ്യ സ്വാമിയുടെ പേര് സ്ഥാനത്തും അസ്ഥാനത്തും പറയുന്നവർ മനസ്സിലാക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നാണ്. അതിന് സപ്പോർട്ട് ചെയ്യാനെങ്കിലും പ്രതിപക്ഷം നിൽക്കേണ്ടതായിരുന്നു. മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം വളരെ പെട്ടെന്ന്. അല്ല, ഒരു കാര്യം സുബ്രഹ്മണ്യ സ്വാമി ഇതിൽ അമിത്ഷായുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരുന്നതാണ് പറഞ്ഞത്. ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി പാടില്ല. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഫോൺ ചോർത്തലല്ല, ഇത് ഡാറ്റ ഹാക്കിംഗ് ആണ്. ഒരു വ്യക്തി അറിയാതെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് രഹസ്യമായി കടന്നു കയറി പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റകൾ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞ് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും അതിന് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മാധ്യമപ്രവർത്തകർ, ജനാധിപത്യത്തിലെ എതിരാളികൾ, സ്വന്തം മന്ത്രിസഭയിലുള്ളവർ എന്നിവരുടെ എല്ലാം രഹസ്യം ചോർത്തുന്നു എന്നത് രാജ്യത്തും ലോകത്തും അപകടകരമായ കാര്യമാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പുറത്താകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ ജനാധിപത്യ വിരുദ്ധരായ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ചെയ്തികൾക്ക് മുമ്പിൽ ഇന്ത്യ നാണം കെടും എന്ന് മാത്രമല്ല, കാരണം അദ്ദേഹം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട പെഗാസുമായി ബന്ധമുണ്ടോ എന്ന് അമിത്ഷാ വ്യക്തമാക്കണമെന്നാണ് സുബ്രഹ്മണ്യ സ്വാമി. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ നടത്തിയ വിശദീകരണങ്ങളിലെങ്ങും BJP നേതാക്കളോ വക്താക്കളോ തയ്യാറായിട്ടില്ല. പെഗാസുമായി യാതൊരു ബന്ധവുമില്ല ഇന്ത്യക്ക് എന്ന് ആ തരത്തിൽ വ്യക്തമാക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് പ്രസക്തമാണ്. ജയചന്ദ്രൻ, അല്ല, ഇന്ന് വളരെ വ്യക്തമായിട്ട് എന്റെ മുമ്പിൽ ഇന്നത്തെ നമ്മുടെ IT മന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ ബ്രീഫിംഗ് ഉണ്ട് രഞ്ജിത്തെ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ ഒരാളുടെയും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയിട്ടില്ല, അതിനുവേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് മുമ്പിൽ യാതൊരു അറിവുമില്ല. അറിവുള്ളവരത് പറഞ്ഞു തരിക. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കരുത്. ഫോൺ സംഭാഷണമല്ല, അതെ, ഫോൺ സംഭാഷണമല്ല. ഈ ചാര സംഘടനയുമായി, ഈ ചാര പെഗാസസ് ചാര സോഫ്റ്റ്വെയർ, ഒപ്പം ഈ NSO എന്ന കമ്പനിയുമായി മറുപടിയില്ല. സ്പ്രിംഗ്ലർ പോലെയുള്ള നിഷേധമല്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? ഒരു ഫോണിൽ നിന്നും ഇത്തരത്തിലുള്ള സ്പൈ വർക്ക് നടന്നത് ഏതായാലും ആ വിഷയത്തിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വരേണ്ടതുണ്ട്. കാരണം അത് ഈ പെഗാസസ് NSO എന്ന കമ്പനിയും അത്തരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം വിശദീകരിച്ചിട്ടില്ല. BJP സർക്കാരും ആ വിഷയത്തിൽ ഇതുവരെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. ഏതായാലും സംശയനിഴലിലാണ് സർക്കാർ പ്രതിരോധത്തിലാണ്. വരും ദിവസങ്ങളിലും കോൺഗ്രസ് അടക്കമുള്ള ഇടതുപക്ഷമടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭം പാർലമെന്റിനകത്തും പുറത്തും സംഘടിപ്പിക്കും എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. നന്ദി ശ്രീ KV തോമസ്, പ്രമുഖ കോൺഗ്രസ് നേതാവ്, ശ്രീ SK സജീഷ് CPM നേതാവ്, TP ജയചന്ദ്രൻ BJP നേതാവ്, ഒപ്പം ശ്രീ ഗോപികൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ, വർഗീസ് ബാബു സൈബർ വിദഗ്ധൻ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.